أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والصافات صفا فالزاجرات زجرا فالتاليات ذكرا إن إلهكم لواحد رب السماوات والأرض وما بينهما ورب المشارق إنا زينا السماء الدنيا بزينة الكواكب وحفظا من كل شيطان مارد لا يسمعون إلى الملأ الأعلى ويقذفون من كل جانب دحورا ولهم عذاب واصب إلا من خطف الخطفة فأتبعه شهاب ثاقب فاستفتهم أهم أشد خلقا أم من خلقنا إنا خلقناهم من طين لازب بل عجبت ويسخرون وإذا ذكروا لا يذكرون وإذا رأوا آية يستسخرون وقالوا إن هذا إلا سحر مبين أإذا متنا وكنا ترابا وعظاما أإنا لمبعوثون أو آباؤنا الأولون قل نعم وأنتم داخرون. السلام عليكم ورحمة الله وبركاته. ഖുർആൻ പദം 1541 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ സൂറത്ത് യാസീൻ, സൂറത്ത് സാഫാത്ത് എന്നീ സൂറത്തുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശ്രോതാക്കൾക്കുണ്ടായ ചോദ്യങ്ങളോടുള്ള 2-ാം ദിവസ പ്രതികരണമാണ് ഇന്ന്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ AI വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والصافات صفا فالزاجرات زجرا فالتاليات ذكرا إن إلهكم لواحد رب السماوات والأرض وما بينهما ورب المشارق إنا زينا السماء الدنيا بزينة الكواكب وحفظا من كل شيطان مارد لا يسمعون إلى الملأ الأعلى ويقذفون من كل جانب دحورا ولهم عذاب واصب إلا من خطف الخطف فأتبعه شهاب ثاقب فاستفتهم أهم أشد خلقا من خلقنا إنا خلقناهم من طين لازب بل عجبت ويسخرون وإذا ذكروا لا يذكرون وإذا رأوا آية يستسخرون وقالوا إن هذا إلا سحر مبين أإذا متنا وكنا ترابا وعظاما إنا لمبعوثون أو آباؤنا الأولون قل نعم وأنتم داخرون. صدق الله العلي العظيم. സൂറത്ത് സോഫാത്തിലെ ആദ്യത്തെ 18 ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. ഈ സൂറത്തിന്റെ ഈ ഭാഗമാണ് നമ്മൾ ഇതിനകം പഠനം പൂർത്തിയാക്കിയിട്ടുണ്ടായത്. അതിനിടക്ക്
ഒരു ഇടവേള എന്ന നിലക്കാണ് 1-2 ദിവസങ്ങൾ ഇവിടെ ഉന്നയിക്കപ്പെട്ടിട്ടുള്ള ചില ചോദ്യങ്ങൾക്കായിട്ട് മാറ്റിവെക്കാമെന്ന് തീരുമാനിച്ചത്. ഇന്നലെ ഏതാനും ചോദ്യങ്ങൾ നമ്മൾ പരിഗണിക്കുകയുണ്ടായി. അതിനെ തുടർന്ന് ഒരു വിഷയവുമായുള്ള ബന്ധം വിട്ടുപോകാൻ ഇടയുള്ളത് പരിഗണിച്ചുകൊണ്ട് ശേഷിക്കുന്ന 2-3 ചോദ്യങ്ങൾ കൂടി ഇന്ന് കൈകാര്യം ചെയ്തുകൊണ്ട് നമുക്ക് സൂറത്തു സോഫാത്തിന്റെ പഠനവുമായിട്ട് നാളെ മുതൽ മുന്നോട്ട് നീങ്ങാം എന്ന നിലക്കാണ് ഇന്ന് ഈ ചോദ്യങ്ങൾ പരിഗണിക്കുന്നത്. ഇതിൽ ഒന്നാമത്തെ ചോദ്യം, ഖുർആനിന്റെ ഒന്നാമത്തെ അനുവാചകർക്ക് വ്യക്തമായി മനസ്സിലാകാത്ത കാര്യങ്ങൾ അവരോട് പറഞ്ഞിട്ട് എന്ത് പ്രയോജനമാണുള്ളത്? ഒരു സാധാരണ മലയാളി അറബി ഖുതുബ കേൾക്കും പോലെയല്ലേ എന്നതാണ് ഇവിടെ ഉന്നയിക്കപ്പെട്ടിട്ടുള്ള ചോദ്യം. ഈ 2 സംഗതികളും ഡിബേറ്റബിൾ ആയിട്ടാണ് ഈ ചോദ്യത്തിൽ എനിക്ക് അനുഭവപ്പെടുന്നത്. മലയാളികൾ അറബി ഖുതുബ കേൾക്കുന്നത് അത്ര മോശമായ ഒരു സംഗതിയാണെന്നുള്ള അഭിപ്രായം വ്യക്തിപരമായിട്ട് എനിക്കില്ല. ഖുതുബ ആശയ സംവേദനത്തിന് വേണ്ടിയുള്ളതാണ്. അതേസമയം വിശുദ്ധ ഖുർആന്റെ ഭാഷയാണ് അറബി എന്നതുകൊണ്ട് അറബിയിലൂടെ തന്നെ ഖുർആൻ ഗ്രഹിച്ചുകൊണ്ട് പോകുന്ന ഒരു കൾച്ചർ ഇസ്ലാമിന് ആദ്യ നാളുകളിലൊക്കെ വളരെ ശക്തമായിട്ട് നിലനിന്നിരുന്നു. അതുകൊണ്ടാണ് ലോകത്ത് ഇസ്ലാമിനോടൊപ്പം അറബി ഭാഷയും പ്രചരിക്കുകയുണ്ടായത്. ഇന്ന് നമ്മൾ കാണുന്ന അറബി സംസാരിക്കുന്ന ഒട്ടുമിക്ക രാജ്യങ്ങളും ഇസ്ലാമിനോടൊപ്പം അറബി ഭാഷ സ്വായത്തമാക്കിയ രാജ്യങ്ങളാണ്. വളരെ ചുരുങ്ങിയ, വളരെ പരിമിതമായ ഒരു പ്രദേശത്ത് മാത്രമായിരുന്നു യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുർആന്റെ അവതരണ കാലത്ത് അറബി ഭാഷയായിട്ട്, സംസാര ഭാഷയായിട്ടൊക്കെ ഉണ്ടായിരുന്നത്. അത് വലിയൊരു ഭൂപ്രദേശത്തേക്ക്, മധ്യപൗരസ്ത്യ ദേശവും വിട്ട് ആഫ്രിക്കയിലേക്കും അതുപോലെയുള്ള പല പ്രദേശങ്ങളിലേക്കൊക്കെ നീങ്ങുകയുണ്ടായി. ഈജിപ്റ്റ്, സുഡാൻ, അതുപോലെ നൈജീരിയയുടെ ഒട്ടുമിക്ക ഭാഗങ്ങളിലേക്ക്, തുനീഷ്യ തുടങ്ങിയ മേഖലകളിലേക്ക്, യൂറോപ്പിന്റെ പല ഭാഗങ്ങളിലേക്കൊക്കെ അറബി ഭാഷ അങ്ങനെയാണ് വിശുദ്ധ ഖുർആന്റെ ഭാഷ എന്നുള്ള നിലക്ക് വിശുദ്ധ ഖുർആനോടൊപ്പമാണ് അറബി ഭാഷ മുന്നോട്ട് പോവുകയുണ്ടായത്. പ്രാദേശികമായ ഭാഷകളിൽ അള്ളാഹുവിന്റെ കലാം മനസ്സിലാക്കാൻ നമുക്ക് ശ്രമങ്ങൾ നടത്തുന്നത് നല്ലത് തന്നെ. അതിന് ചില പരിമിതികളൊക്കെ ഉണ്ട്. അറബി ഭാഷയിൽ തന്നെ ചെയ്യുമ്പോഴും അതിന് ചില പരിമിതികളും പ്രതിസന്ധികളും ഒക്കെ അതുമുണ്ട്. അപ്പം ഇതിൽ ഏത് വേണം എന്ന് തീരുമാനിക്കപ്പെടേണ്ടത് ഓരോ സമൂഹത്തിന്റെയും അറബി മനസ്സിലാക്കാനുള്ള കഴിവിന്റെ ഒരു മാനദണ്ഡം വെച്ചുകൊണ്ടാണ് എന്നതാണ്. അതിൽ നമുക്ക് രണ്ടും സമാന്തരമായിട്ട് തന്നെ കൊണ്ടുപോകേണ്ട ഒരു കാര്യവുമാണ്. അതുകൊണ്ട് ഞാൻ അതൊന്ന് സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ. അറബി പൂർണ്ണമായും മാറ്റി നിർത്തിക്കൊണ്ട് ഇപ്പോ നമ്മുടെ ചുറ്റുവട്ടത്ത് പല മസ്ജിദുകളിലും ആളുകൾ അങ്ങനെ തഫ്സീർ അല്ലെങ്കിൽ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്ത ഖുർആന്റെ പതിപ്പുകൾ അങ്ങനെ അത് മാത്രം വായിച്ചിരിക്കുന്നത് കാണാം. അത് വളരെ പരിമിതമായ ഒരു ഗ്രാഹ്യം മാത്രമേ ഖുർആൻ സംബന്ധമായിട്ട് അവർക്ക് നൽകുന്നുള്ളൂ എന്നതാണ് അതിന്റെ ഒരു യാഥാർത്ഥ്യം. അറബി ഭാഷ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ, ആ പ്രയോഗങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ നമ്മൾ ഖുർആനിലേക്ക് ഇറങ്ങണം. പല പദങ്ങളും, ഉദാഹരണത്തിന് മുഅ്മിൻ, അതുപോലെ കാഫിർ, അതുപോലെ തഖ്വ, ഫാജിർ, ഫാസിഖ്, ഖുശൂ, ഖുളൂ, ഇബാദത്ത്, ഷിർക്ക്, തൗഹീദ്, റിസാലത്ത്, ആഖിറത്ത്, ഇങ്ങനെയൊക്കെയുള്ള അടിസ്ഥാന പദങ്ങൾ ഖുർആനുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ നിരന്തരം സമ്പർക്കപ്പെടേണ്ട പദങ്ങളാണ്. ഈ പദങ്ങളൊക്കെ മാറ്റിവെച്ച് കേവലം മലയാളത്തിൽ ഖുതുബ കേൾക്കുക, മലയാളത്തിൽ
ഖുർആന്റെ വിവർത്തനം വായിച്ച് അതിന്റെ ആശയം ഉൾക്കൊണ്ടുകൊണ്ട് പോവുക എന്ന് പറയുന്നത് വളരെ പരിമിതികൾ ഉണ്ടാക്കുന്നതും വളർച്ച മുരടിപ്പിക്കുന്നതുമായ ഒരു സംഗതിയാണ്. അറബി കൂടി അതിനോട് ചേർത്ത് പഠിക്കുമ്പോഴാണ് നമുക്ക് ഖുർആനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചിന്താപരമായ വളർച്ച, ദൈക്ഷണികമായ വളർച്ച ഉണ്ടാവുക. മറ്റത് നമ്മളെപ്പോഴും ഇബാദത്ത് എന്നതിന് ആരാധന എന്നുള്ള അർത്ഥം കൊടുത്തിട്ടുണ്ടാവും ഒരിടത്ത്. അത് ആരാധന മാത്രമാണ് എന്ന് സങ്കല്പിച്ച് മലയാള ഭാഷയിൽ ആരാധന എന്ന പദത്തിന്റെ സകല പരിമിതികളും ഈ ഇബാദത്ത് എന്ന വാക്കിലും മനസ്സിലാക്കി വെച്ചിട്ട് നമ്മൾ മുന്നോട്ട് പോകും. അത് വലിയൊരു അബദ്ധമാണ്. ആരാധന മാത്രമല്ല അത്. ഇബാദത്ത് എന്നതിൽ പലതും അടങ്ങിയിട്ടുണ്ട്. അറബി വാക്കാണ് അതിന് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ളത്. അപ്പം ഞാനത് ഈ സന്ദർഭത്തില് താരതമ്യം ചെയ്തതിനെ ഒന്ന് പരാമർശിച്ചുകൊണ്ട് സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ. ഞാൻ വിഷയത്തിലേക്ക് വരാം. ഖുർആനിന്റെ ഒന്നാമത്തെ അനുവാചകർക്ക് വ്യക്തമായി മനസ്സിലാക്കാത്ത കാര്യങ്ങൾ അവരോട് പറഞ്ഞിട്ട് എന്ത് പ്രയോജനം എന്നതാണ് ഇവിടെ ഉന്നയിക്കപ്പെട്ട ചോദ്യം. വിശുദ്ധ ഖുർആനിൽ അങ്ങനെ പൂർണ്ണമായ അതിന്റെ എല്ലാ അർത്ഥതലങ്ങളും ഒറ്റയടിക്ക് മനസ്സിലാകുന്ന വിധത്തിലുള്ളതല്ലാത്ത ധാരാളം കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇപ്പൊ ഈ സൂറത്തിന്റെ തന്നെ തുടക്കത്തില് നമ്മള് പഠനം തുടങ്ങിയ ഈ സൂറത്തുണ്ടല്ലോ, സൂറത്ത് സോഫാത്തിന്റെ തുടക്കത്തില് ഒരു ഇന്റർപ്രിട്ടേഷൻ ഇല്ലാതെ ഉൾക്കൊള്ളാൻ പ്രയാസമുള്ള സംഗതികളാണ് സോഫാത്ത്, ജാജിറാത്ത്, താലിയാത്ത് പോലെയുള്ള പ്രയോഗങ്ങൾ. അപ്പൊ ഇത് ഒന്നാമത്തെ തലമുറക്ക്, ആദ്യ തലമുറക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല എന്ന് സങ്കല്പിക്കുന്നതിന് പകരം ഈ പ്രയോഗങ്ങളൊക്കെയും തന്നെ ഈ അവ്യക്തത ഉണ്ട്, അല്ലെങ്കിൽ ഉൾക്കൊള്ളാൻ പൂർണ്ണമായ അർത്ഥം വ്യവഹരിക്കാൻ കഴിയില്ല എന്ന് തോന്നുന്ന പ്രയോഗങ്ങളൊക്കെയും തന്നെ ഓരോ കാലഘട്ടത്തിലും അതിന് ഒരു ഗ്രാഹ്യത ഉണ്ടായിരുന്നു. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങളെ കേൾപ്പിച്ചുകൊണ്ടിരുന്ന കാലത്ത് അതിന് അവരുടെ ഒരു ഗ്രാഹ്യതയുടെ തലം അതിനുണ്ടായിരുന്നു. പക്ഷെ അത് വികസിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് അതിന് തശാബുഹ് അടങ്ങിയിട്ടുള്ള മുത്തശാബിഹത്തായ പ്രയോഗങ്ങള്, ആയത്തുകള് എന്നൊക്കെ ഖുർആൻ തന്നെ പരാമർശിക്കുന്നത്. അത് അള്ളാഹുവിന്റെ ഒരു നിക്ഷേപമാണ്. മനുഷ്യ രാശിക്ക് വേണ്ടി പിന്നീട് രംഗത്ത് വരുന്ന പല തലമുറകൾക്കും വേണ്ടി വിസ്മയകരമായ പല സംഗതികളും അവരെ അങ്ങേയറ്റത്തെ വിധത്തില് വിജൃംഭിതരാക്കുന്ന വിധത്തിലുള്ള സംഗതികള് ഈ പദങ്ങളിലൊക്കെ അള്ളാഹു അടക്കം ചെയ്തു വെച്ചിരിക്കുന്നു എന്നതാണ് പിൽക്കാലത്ത് നൂറ്റാണ്ടുകൾ പിന്നിട്ടതിന് ശേഷം ഈ കിതാബ് വായിക്കുമ്പോൾ ഓരോ പുതിയ വായനക്കാരനും അനുഭവപ്പെടുന്ന സംഗതി. അത് വിശുദ്ധ ഖുർആന്റെ എഴുജാസിന്റെ ഭാഗമാണ്. എഴുജാസ് എന്ന് പറഞ്ഞാൽ അതിന്റെ അമാനുഷികത, ദൈവികത, മനുഷ്യനൊരിക്കലും സാധിക്കാത്തതാണ് എന്നതാണ് ആ എഴുജാസ് എന്ന് പറയുന്നതിന്റെ സൂചന. മുഅ്ജിസത്താണല്ലോ വിശുദ്ധ ഖുർആൻ. അള്ളാഹുവിന് മാത്രം സാധിക്കുന്ന ഒരു വലിയൊരു ഫീറ്റാണ് വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത്. അതിനോട് ഒന്ന് മത്സരിച്ച് നോക്കാൻ നമ്മുടെ ചില കേരളത്തിലെ ചില ബുദ്ധിജീവി നാട്യമുള്ള ആളുകള് ഞാൻ അതിനേക്കാൾ മെച്ചപ്പെട്ടത് എഴുതും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സംസാരിക്കുന്ന കേൾക്കാം. പക്ഷെ അവർക്കൊന്നും അതിനു വേണ്ടിയുള്ള ഒരു ശ്രമം നടത്താൻ, ഈ ഒന്നാമത് ഈ ഖുർആനെ പരാജയപ്പെടുത്താൻ ഉദ്ദേശിച്ചുകൊണ്ട് അതിനേക്കാൾ മെച്ചപ്പെട്ട ഒന്ന് ചെയ്യണമെങ്കിൽ, നിർമ്മിക്കണമെങ്കിൽ, ഉണ്ടാക്കണമെങ്കിൽ ആദ്യം ഏറ്റവും ചുരുങ്ങിയത് ഈ ഖുർആൻ നൽകുന്ന അടിസ്ഥാന സൂചനകൾ അടങ്ങിയിട്ടുള്ള ഒരു തലമെങ്കിലും മനസ്സിലാക്കാൻ അവർക്ക് കഴിയണ്ടേ. അതിന് എത്ര വർഷങ്ങൾ എടുക്കുമെന്നാണ് നമ്മൾ കരുതുന്നത്? എത്ര വർഷം എടുത്തുകൊണ്ടാണ് ഒരാൾക്ക് ഖുർആൻ അതിന്റെ തുടക്കം മുതൽ അവസാനം വരെ അതിന്റെ ആശയതലം പൂർണ്ണമായിട്ട് സാധിക്കുന്നിടത്തോളമെങ്കിലും ഉൾക്കൊള്ളാൻ സാധിക്കുക? അത് അതിഭയങ്കരമായ വിസ്മയമാണ്. 20-30 വർഷങ്ങള് നമ്മൾ അതിൽ ചെലവഴിച്ചാൽ പോലും നമ്മുടെ മനസ്സ് പിന്നെയും തേടുകയാണ്. നമ്മൾ വളരെ കുറച്ചല്ലേ അറിഞ്ഞിട്ടുള്ളൂ.
വളരെ കുറച്ചല്ലേ മനസ്സിലാക്കിയിട്ടുള്ളൂ. അതിൽ ഇനിയും എത്രയോ ഉണ്ടല്ലോ നമ്മുടെ കണ്ണും കാതും മനസ്സും ഹൃദയവും ഒന്നും എത്തിയിട്ടില്ലാത്ത തരത്തിലുള്ള കാര്യങ്ങൾ എന്നൊരു ഫീലാണ്. അതിനെ അത്രയും മനസ്സറിഞ്ഞ് അതില് മുഴുകിക്കൊണ്ട് അതിലേക്ക് ഇറങ്ങാൻ ശ്രമിക്കുന്ന ആളുകൾക്ക് പോലും അനുഭവപ്പെടുന്നത്. അപ്പൊ ഇതൊക്കെ വെറും വീമ്പ് പറയുന്ന വെറും വർത്തമാനങ്ങൾ മാത്രമാണ്. പ്രാഥമികമായിട്ട് ആദ്യം ഇതിനോട് മത്സരിക്കുന്നതിന് മുമ്പ് ആദ്യം ഇതെന്താണ് എന്നതെങ്കിലും ഒന്ന് മനസ്സിലാക്കാൻ പൊതുവായ ശ്രമം നടത്തിയതിന് ശേഷം മാത്രമേ ആളുകൾക്ക് അതിനെക്കുറിച്ച് ആലോചിക്കാൻ പോലും സാധിക്കുകയുള്ളൂ. അപ്പൊ ഞാനിവിടെ സൂചിപ്പിച്ചത് ഇങ്ങനെയുള്ള ആദ്യ തലമുറയിലെ ആളുകൾക്ക് വ്യക്തമായി മനസ്സിലാകാത്ത കാര്യങ്ങൾ അവരോട് പറയുന്നത് എന്ത് പ്രയോജനം എന്നതാണ് ചോദ്യം. ആ തലമുറക്ക് ആവശ്യമായ ഒരു കാര്യം അതിലൂടെ കൺവേ ചെയ്യപ്പെടുന്നു എന്നതാണ് വസ്തുത. ആദ്യ തലമുറയിൽ ആളുകൾ അത് വായിക്കുമ്പോൾ പലരുടെയും ശ്രദ്ധ അതിന്റെ ആ ശബ്ദ ചേരുവക്ക് അപ്പുറത്തേക്ക് പോയിട്ട് പോലും ഉണ്ടാവില്ല. കാരണം അത്രയും വലിയ മാസ്മരികത ആ വിശുദ്ധ ഖുർആന്റെ ആ ശബ്ദ ചേരുവ കൊണ്ട് അവരുടെ മേൽ സൃഷ്ടിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒഴുക്കില്, ആ ഈണത്തില്, ആ ആലാപനത്തിന്റെ അതിഗംഭീരമായ മാന്ത്രികതയില് കുഫാറുകൾ വരെ, മുശ്രിക്കുകൾ വരെ ഖുർആന്റെ മസ്ജിദ് വഖ്തരിബ്നോ അതുപോലെയുള്ള ആയത്തുകളൊക്കെ കേട്ട് സുജൂദിൽ വീണുപോയില്ലേ? ഒന്ന് ആലോചിച്ച് നോക്കൂ. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കടുത്ത പകയും ശത്രുതയും ഒക്കെ ആയിട്ട് ചുറ്റുപാടും നിന്നിരുന്ന, അദ്ദേഹത്തെ ദ്രോഹിക്കാനുള്ള തക്കം പാർത്ത് നിന്നിരുന്ന ആളുകളാണ് വിശുദ്ധ ഖുർആന്റെ ആയാത്തുകളുടെ ആലാപനം, അതിന്റെ പാരായണം, അതിന്റെ അവതരണ ഘട്ടത്തിൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ കേൾപ്പിച്ചുകൊണ്ടിരുന്നപ്പോ അതിലെ ഒരു നിർദ്ദേശം അവരറിയാതെ വിശ്വാസികളോടൊപ്പം സുജൂദിൽ വീണു പോവുകയാണ്. അതിനു മാത്രം അവരെ പിടിച്ചിരുത്താൻ കഴിയുന്ന ഒരു ഇമ്പാക്റ്റ് ഖുർആൻ ഉണ്ടായിരുന്നു എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ ആ ഘട്ടത്തിലെ ആ തലമുറയിലെ ആളുകൾക്ക് നൽകേണ്ടത് തീർച്ചയായിട്ടും ഖുർആൻ നൽകുന്നുണ്ട്. ഇതിലെ പല പ്രയോഗങ്ങളുടെയും പിൽക്കാലത്ത് വെളിപ്പെട്ട സൂചനകൾ, പിൽക്കാലത്ത് വെളിപ്പെട്ട അർത്ഥതലങ്ങൾ, അത് ആദ്യ തലമുറക്ക് അള്ളാഹു അത് ഉദ്ദേശിച്ചിട്ടില്ല, അവർക്ക് ആവശ്യമില്ല. അതുകൊണ്ടാണ് അത് ഡിസ്ക്ലോസ് ചെയ്യപ്പെടാത്തത്. അവരുടെ മുന്നിൽ അള്ളാഹുവിന്റെ പ്രവാചകനുണ്ട്, ജീവനോടെ ഇരിക്കുന്നുണ്ട്, അവരോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ആ ഘട്ടത്തിൽ അള്ളാഹുവിന്റെ പ്രവാചകന്റെ സാന്നിധ്യത്തില് ഈ അതിവിസ്മയകരമായ പാരായണം കേൾക്കുന്നത് തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ബുദ്ധിയെയും മനസ്സിനെയും ഹൃദയത്തെയും ഒക്കെ നിറച്ചു കളയുന്ന സംഗതിയായിരുന്നു. അതിനപ്പുറത്തേക്ക് അവരുടെ ഗ്രാഹ്യത ആ ഘട്ടത്തില് പോവില്ല. അത് പോകണമെങ്കിൽ മനസ്സിനെ കണ്ടെയ്ൻ ചെയ്യാൻ പറ്റണ്ടേ? 10,000-കണക്കിന് കാര്യങ്ങൾ ഒരേ സമയത്ത് നമ്മളെ മനസ്സിലേക്ക് അങ്ങ് എറിഞ്ഞു തന്നാൽ നമുക്ക് എത്രത്തോളം അതിന് പിടിക്കാൻ കഴിയും? വളരെ പരിമിതമായിരിക്കും. അപ്പൊ അള്ളാഹുവിന്റെ അതിവിസ്മയകരമായ ഒരു സംവിധാനമാണ് വിശുദ്ധ ഖുർആനില് ഇങ്ങനെയുള്ള തശാബുഹുള്ള മുത്തശാബിഹത്തായ ആയത്തുകൾ ഉൾപ്പെടുത്തിയിരിക്കുന്നു എന്നത്. ആദ്യ തലമുറ അതിന്റെ പ്രത്യക്ഷത്തിലുള്ള ഒരു വായന നടത്തി അതിന്റെ ആശയപരമായ സാകല്യത്തിൽ അതിനെ ഉൾക്കൊണ്ട് അതിന്റെ ഈണവും താളവും പാരായണത്തിലെ സംഗീതാത്മകതയും ഒക്കെ ഉൾക്കൊണ്ടുകൊണ്ട് അവര് പൂർണ്ണമായിട്ടും അതിന്റെ ഇമ്പാക്റ്റില് ഒരു സിഹർ ബാധിച്ചവരെ പോലെ ആയി എന്നാണ് ശത്രുക്കൾ പോലും, ഇസ്ലാമിന്റെ ശത്രുക്കൾ പോലും ആക്ഷേപിച്ചിരുന്നത്. ഇത് സിഹറാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ സിഹർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെയാണ് അവർ ആക്ഷേപമായി ഉന്നയിച്ചിരുന്നത്. അത് ഈ ഖുർആന്റെ ആയാത്തുകളുടെ ഇമ്പാക്ട് കാരണമായിട്ടാണ് അവർ പറഞ്ഞിരുന്നത്. നുബുവത്തിന് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് സംസാരിച്ചിരുന്നതിനെ കുറിച്ചല്ല, മറിച്ച് നുബുവത്ത് ലഭിച്ചത് മുതൽ അദ്ദേഹം അവരെ കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്ന വിശുദ്ധ ഖുർആൻ കാരണമായിട്ടാണ്. അപ്പൊ ആ തലമുറക്ക് ഉൾക്കൊള്ളാൻ, അവർക്ക് ഗ്രഹിക്കാൻ, അവർക്ക് അവരുടെ മനസ്സും ഹൃദയവും മസ്തിഷ്കവും ധിഷണയും ഒക്കെ നിറയ്ക്കാൻ അന്ന് അവർക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞ കാര്യങ്ങൾ തന്നെ ധാരാളം മതിയായിരുന്നു എന്നതാണ് വസ്തുത. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സാന്നിധ്യമില്ല. സമൂഹത്തിൽ പുതിയ വെല്ലുവിളികൾ പലതും ഉദയം ചെയ്യുകയുണ്ടായി.
ഇസ്ലാമിന്റെ രാഷ്ട്രീയ സാമൂഹ്യ ഘടന തന്നെ പിഴുതെറിയപ്പെടുകയും ഇസ്ലാമിക സമൂഹം ലോകത്ത് ചിന്നിച്ചിതറിപ്പോയ ഒരവസ്ഥയിലാവുകയും ചെയ്തു. ഇങ്ങനെയൊക്കെയുള്ള വെല്ലുവിളികൾ നടക്കുന്ന, പ്രാതികൂല്യങ്ങളുള്ള അവസ്ഥയിൽ മനുഷ്യനെ വിസ്മയിപ്പിക്കാൻ, മനുഷ്യൻ അള്ളാഹുവിന്റെ കലാമിനെ മുൻനിർത്തിക്കൊണ്ട് ഹഖ് ഉൾക്കൊള്ളുന്നവരാക്കി മാറ്റാൻ വേറെ പലതും അതിലൂടെ വെളിപ്പെടുന്ന കാണുമ്പോൾ, ഇന്ന് കാലത്ത് തന്നെ ഞാനൊരു ഒരാളുടെ പ്രഭാഷണം ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അതില് അദ്ദേഹം പറയുന്നത് ചില പ്രയോഗങ്ങൾ, ഖുർആന്റെ ചില പ്രയോഗങ്ങൾ കേൾക്കുമ്പോൾ എന്നെ രോമാഞ്ചം അനുഭവിക്കുന്നവനാക്കി മാറ്റുകയാണ്. ചില സാധ്യതകൾ, ചില പ്രയോഗങ്ങൾ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഈ കാലഘട്ടത്തിന്റെ വെല്ലുവിളികളെ, ഈ കാലഘട്ടത്തിന്റെ ആവശ്യങ്ങളെ, ഈ കാലഘട്ടത്തിൽ മനുഷ്യരെ വിസ്മയിപ്പിക്കുന്ന പല മുന്നേറ്റങ്ങളും ഉണ്ടായത് അതുകൂടി പരിഗണിച്ചുകൊണ്ടുള്ളതാണ് അള്ളാഹു ഇതിൽ വെച്ചിരിക്കുന്ന നിക്ഷേപങ്ങൾ. ഒരു കാലത്ത് നമ്മൾ ഇന്റർനെറ്റിന്റെ തുടക്കകാലത്ത് നിങ്ങൾ ശ്രദ്ധിച്ചു കാണും, അത് മാതാപിതാക്കള്, രക്ഷിതാക്കള്, അധ്യാപകരൊക്കെ കുട്ടികളെ ഇന്റർനെറ്റിന്റെ അഡിക്ഷന്, അത് ഉപയോഗിക്കുന്ന, അഡിക്റ്റഡ് ആകുന്നതിനെതിരിൽ അവരോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലമായിരുന്നല്ലോ. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഏറ്റവും ഗംഭീരമായ ടൂളായിട്ട് ഇന്റർനെറ്റ് പിന്നീട് ഖുർആൻ പഠനം അതിന്റെ ആഴത്തിൽ നിർവഹിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഗംഭീരമായ, ഏറ്റവും ഉപകാരപ്രദമായ ഒരു സംഗതിയായിട്ട് മാറുകയാണ് ചെയ്തത്. ഇന്റർനെറ്റിന്റെ സാധ്യതകളിലൂടെ ലോകത്ത് ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടാക്കിയിരിക്കുന്നത് എന്ത് എന്ന് ചോദിച്ചാൽ, ഏത് മുക്കുമൂലയിലുള്ള ആളുകൾക്കും ഖുർആൻ കേൾക്കാനും അറിയാനും ഉൾക്കൊള്ളാനുമുള്ള വാതിലുകളാണ് അതിലൂടെ തുറന്നു കിട്ടിയത് എന്നതാണ് ഒരു ആംഗിളിൽ അതിനെ നോക്കുമ്പോൾ വസ്തുത. ഇനി പുതിയ സമീപകാലത്ത് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് മാത്രം രംഗത്ത് വന്നിരിക്കുന്ന ഒരു സംഗതിയാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത്, AI സാധ്യതകൾ. ഇതോ ഇന്ന് വിശുദ്ധ ഖുർആൻ മുന്നോട്ട് വെക്കുന്ന വളരെ ചാലഞ്ചിങ് ആയിട്ടുള്ള, വളരെ വെല്ലുവിളികൾ നിറഞ്ഞ വിധത്തിലുള്ള കാര്യങ്ങളെ മനുഷ്യാർജിത വിജ്ഞാനങ്ങളുടെ സാകല്യത്തിൽ നിന്നുകൊണ്ട് പരിശോധിക്കാൻ ഏറ്റവും ഏറെ സഹായകമാവുന്ന ഒരു ടൂളാണ് ഇന്ന് AI, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ അന്വേഷണ വൃത്തത്തിൽ വരുന്നതല്ലാത്ത വൈജ്ഞാനിക സമ്പത്ത് മനുഷ്യർക്ക് ഇന്നേ വരെ ഉണ്ടായതിലൊന്നുമില്ല അതിന് വെളിയിലായിട്ടുള്ളത്. എല്ലാം അതിന്റെ വരുതിയിൽ വരുന്ന വിധത്തിലുള്ളതാണ്. അപ്പൊ ലോകത്ത് ഏതെങ്കിലും കാലഘട്ടത്തിൽ ആരെങ്കിലും എന്തെങ്കിലും വിഷയവുമായിട്ട് കണ്ടെത്തിയ സംഗതികൾ ഡിജിറ്റൽ ഫോമിൽ എവിടെയെങ്കിലുമൊക്കെ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെയും AI തേടിച്ചെന്ന് കണ്ടുപിടിച്ച് ഖുർആനുമായിട്ട് മാറ്റുരച്ച് നമുക്ക് പല വളരെ ശ്രദ്ധേയമായ വെളിപ്പെടുത്തലുകളും നടത്തി തരുന്നു. എന്തൊരു വിസ്മയകരമായ ഒരു സാധ്യതയാണത്. അപ്പൊ ഇത് തശാബുഹുള്ള ആയത്തുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ സൂചിപ്പിക്കുന്ന കാര്യം, ആദ്യ തലമുറക്ക് മനസ്സിലായില്ല എന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നമേ ആയി കാണേണ്ടതില്ല. കാരണം ആ തലമുറക്ക് ആവശ്യമായത് അള്ളാഹു തആല കൊടുത്തിട്ടുണ്ട്, അതിലേറെയും കൊടുത്തിട്ടുണ്ട്. നമുക്കൊക്കെ പലപ്പോഴും അസൂയ തോന്നിപ്പോകും ആദ്യ തലമുറയോട്. അള്ളാഹുവിന്റെ പ്രവാചകന്റെ സാന്നിധ്യം എന്നത് തന്നെ അവർക്ക് ഏറ്റവും വലിയൊരു നിഅമത്തായിരുന്നില്ലേ? അതുകൊണ്ട് പുതിയ തലമുറക്ക്, പിന്നീട് വന്ന തലമുറക്ക് അള്ളാഹു വേറെ പലതും നൽകിക്കൊണ്ട് അതിന് പകരമായിട്ട് അവർക്ക് അവരെ വിസ്മയിപ്പിക്കുന്ന പല അനുഭവങ്ങളും നൽകുകയാണ് ചെയ്യുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ആദ്യത്തെ തലമുറക്ക് പലതും മനസ്സിലാക്കാൻ പറ്റിയിരുന്നില്ല എന്നതും മനസ്സിലായിരുന്നില്ല. അതുകൊണ്ട് അത് പ്രശ്നമല്ല. നമുക്ക് അറിയില്ല എന്ന് അറിയുമ്പോഴല്ല പ്രശ്നം. അറിയില്ല എന്ന് അറിയുമ്പോ അത് അസ്വസ്ഥത ഉണ്ടായിന്ന് വരും. പക്ഷെ അറിയില്ല എന്ന് പോലും അറിയാത്ത കാര്യങ്ങളായിരുന്നു അതിൽ പലതും. അറിയില്ല എന്ന് പറയുമ്പോ അറിയില്ല എന്ന് പറയുന്ന ആ ഒരു അറിവുണ്ടാവുമ്പോഴാണ് നമുക്ക് അതിനെക്കുറിച്ചുള്ള അന്വേഷണം ഉണ്ടാവുന്നതും അത് സംബന്ധമായ അതൃപ്തി ഉണ്ടാകുന്നതും ഒക്കെ. അതിനപ്പുറത്തേക്ക് ആദ്യ തലമുറയിലെ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ മനസ്സിൽ ചോദ്യങ്ങൾ ഉന്നയിക്കപ്പെട്ടിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അവര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയും
അവയ്ക്ക് തൃപ്തികരമായ മറുപടി ലഭിക്കുകയും ചെയ്യുമായിരുന്നു. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു ഇത് ബോധ്യപ്പെടുത്തി കൊടുത്തിട്ടുണ്ടല്ലോ. അതുകൊണ്ട് ഇതിൽ ഉള്ളടക്കം ചെയ്യപ്പെട്ടിരിക്കുന്ന പല അർത്ഥതലങ്ങളും ആ കാലഘട്ടത്തിലെ ആളുകൾക്ക് അങ്ങനെ ചില അർത്ഥതലങ്ങളുടെ സാധ്യതകൾ എക്സ്പ്ലോർ ചെയ്യേണ്ടതുണ്ട് എന്ന് തോന്നുന്ന ഒരു ചോദ്യം പോലും അവരിൽ ഉണ്ടായിരുന്നില്ല പല കാര്യങ്ങളിലും എന്നതാണ് വസ്തുത. അത് അവർക്ക് ചോദ്യമായി മനസ്സിൽ രൂപപ്പെട്ടിരുന്നെങ്കിൽ അതിന് ഉത്തരവും അവർക്ക് കണ്ടെത്താൻ പറ്റുമായിരുന്നു. അങ്ങനെ പലതും അവര് ചോദിച്ചിട്ടുണ്ട്, ഉത്തരം വിശുദ്ധ ഖുർആനിലൂടെ തന്നെ നൽകപ്പെട്ടിട്ടുമുണ്ട്. ഖുർആൻ തന്നെ അതിനെ നിരുത്സാഹപ്പെടുത്തുകയാണ് അവരെ ചെയ്തത്. നിങ്ങൾ ചില കാര്യങ്ങളൊക്കെ ഖുർആൻ അവതരിക്കുമ്പോൾ ചോദിച്ചുകൊണ്ടിരുന്നാല് അതിനുള്ള ഉത്തരം നൽകപ്പെടും, അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാകും എന്നാ പറഞ്ഞുള്ളത്. ആ ബുദ്ധിമുട്ടാകും എന്ന് പറയുന്നത് അനുഷ്ഠാനം മാത്രം വെച്ചുകൊണ്ട് പറയുന്നതല്ല. ഇപ്പൊ നമസ്കാരത്തിന്റെയോ അല്ലെങ്കിൽ ഇസ്ലാമിലെ അനുഷ്ഠാന കാര്യങ്ങളുടെയോ ഒക്കെ ആധിക്യമുണ്ടാകും, അത് നമുക്ക് പ്രയാസാകും എന്ന നിലക്ക് പറഞ്ഞതാണ് എന്ന ഒരു പരിമിതപ്പെടുത്തൽ അതിനാവശ്യമില്ല. നമുക്ക് ബുദ്ധിക്ക് തന്നെ ഉൾക്കൊള്ളാൻ കഴിയാത്ത നമ്മളെ ദൈക്ഷണിക സാധ്യതകൾക്ക് അപ്പുറത്തുള്ള പല സംഗതികളും വെളിപ്പെടുത്തേണ്ടി വരും ചില ചോദ്യങ്ങളൊക്കെ ഉന്നയിക്കപ്പെട്ടാൽ. അപ്പൊ അത് ആ തലമുറയിലെ ആളുകളുടെ വൈജ്ഞാനികവും വിദ്യാഭ്യാസപരവും അതുപോലെ ശാസ്ത്രതലവും ഒക്കെയായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളിലുള്ള അവരുടെ അന്നത്തെ സാധ്യതകള് വെച്ചുകൊണ്ട് അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നതല്ലാത്ത പലതും അതിൽ അടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് അള്ളാഹുവിന് വിട്ടുകൊടുത്താൽ മതി. അതിന്റെ ബയാൻ അള്ളാഹു ഏറ്റെടുത്ത ഒരു കാര്യമാണ് എന്നും വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ സംരക്ഷണവും മാത്രമല്ല, അതിന്റെ ബയാൻ, അതിന്റെ വിശദമാക്കല്, വിശദീകരണം, അതിന് അള്ളാഹു ഒരു സംവിധാനം വെച്ചിട്ടുണ്ട്. അത് ആവശ്യമുള്ള സമയത്ത് അത് വെളിപ്പെട്ടുകൊണ്ടേയിരിക്കും. ആ ഓരോ വെളിപ്പെടലും വിശുദ്ധ ഖുർആന്റെ ഇജാസിനെ കൂടുതൽ കൂടുതൽ നമ്മുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയും ചെയ്യും. മറ്റൊന്ന്, ഈ ഇംഗ്ലീഷിൽ ഉന്നയിക്കപ്പെട്ട ഒരു ചോദ്യമാണ് റിഗാർഡിംഗ് ദി ക്വസ്റ്റ്യൻ ഓഫ് ബിഗിനിങ് ഓഫ് എ ഡേ, വെദർ ഇറ്റ്സ് വിത്ത് എ ഡേ ഓർ നൈറ്റ് in Islamic calendar. A solar day is starting with sunrise. Similarly, for lunar day, it is declared based on its rise of moon. That's usually at sunset. Also, Islamic rituals like fasting, Eid, Hajj, etc. being decided based on the rise of moon. People naturally think it starts in the night, just a thought. Allah knows best എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു പ്രതികരണമാണത്. അത് ദിവസത്തിന്റെ തുടക്കം എപ്പോഴാണ്? രാത്രിയാണ്, സന്ധ്യയോടെയാണോ, അതല്ല പുലരിയോടെയാണോ എന്നുള്ള വിഷയം. അതില് അദ്ദേഹം പറയുന്നത്, ഒരു സോളാർ ദിവസം, ഒരു സൗര ദിനം ആരംഭിക്കുന്നത് സൂര്യോദയത്തോടെയാണ്. അതുപോലെ ഒരു ചന്ദ്രമാസ ദിനം ആരംഭിക്കുന്നത് സന്ധ്യയോടെ, അതിന്റെ സൂര്യന്റെ ചന്ദ്രന്റെ ഉദയത്തോടെയാണ്. ഇതാണ് സാധാരണ പരിഗണിക്കപ്പെടുന്ന ഒരു രീതി. ഇസ്ലാമിക അനുഷ്ഠാനങ്ങളിൽ പലതും അങ്ങനെയുള്ള ഒരു ക്രമത്തെ ആശ്രയിച്ചുകൊണ്ടുള്ളതല്ലേ. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ജനങ്ങൾ അങ്ങനെ ചിന്തിക്കുകയില്ലേ എന്നതാണ് ഒരു ചിന്ത എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം പങ്കുവെക്കുന്നത്. അതില് ഒരു പ്രശ്നമുള്ളത്, നമ്മള് ഈ സന്ധ്യക്ക് മാസപ്പിറ കാണുക എന്നതും അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുക എന്നതും എപ്പോഴും എവിടെ ആരുടെ ഘട്ടത്തില് ആരംഭിച്ചു എന്നതാണ് ഒരു വെല്ലുവിളിയായിട്ട് നമ്മുടെ മുന്നിൽ കാണാൻ സാധിക്കുക. വിശുദ്ധ ഖുർആനിൽ അങ്ങനെയുള്ള യാതൊരു സൂചനയും കാണാൻ കഴിയുന്നില്ല. സന്ധ്യക്ക് പ്രത്യക്ഷപ്പെടുന്ന അസ്തമിക്കാൻ പോകുന്ന ചന്ദ്രനാണ് ചന്ദ്രന്റെ ഉദയത്തെ അടയാളപ്പെടുത്തുന്നത് എന്ന യാതൊരു സൂചനയും ഖുർആനിൽ കാണാൻ കഴിയുന്നില്ല. അതുപോലെ തന്നെ ഹദീസുകളിലും അങ്ങനെ യാതൊരു സൂചനയില്ല. ചന്ദ്രന്റെ പിറ കാണാൻ വേണ്ടി പോവുക, പടിഞ്ഞാറൻ ചക്രവാളത്തിൽ സന്ധ്യാസമയത്ത് നിരീക്ഷിക്കുക എന്ന ഒരു സംഗതി വിശുദ്ധ ഖുർആന്റെ സൂചനകളിലൊന്നുമില്ല, ഹദീസുകളിലും കാണാൻ കഴിയുന്നില്ല. ഇത് എവിടെയോ ഒരു തകിടം മറിയൽ നടന്നതാണ് എന്നത്
നമ്മളെ ബോധ്യപ്പെടുത്തുന്നത് ഇത് പ്രകൃതിപരമായ സംവിധാനങ്ങളോട് സംഘർഷപ്പെടുന്നു എന്നത് നമുക്ക് തിരിച്ചറിയുമ്പോഴാണ്. പ്രകൃതിപരമായ സംഗതികളെ ഉദാഹരണത്തിന് ചന്ദ്രന്റെ ഉദയം സന്ധ്യാവേളയില് പടിഞ്ഞാറൻ ചക്രവാളത്തില് അത് നമുക്ക് ദൃഷ്ടിഗോചരമാവുന്നു എന്ന ആ പ്രക്രിയയിലൂടെ അല്ല ഉണ്ടാവുന്നത്, മറിച്ച് അതിന്റെ മുന്നേ തന്നെ സംഭവിച്ചിട്ടുള്ള ഒരു സംഗതിയാണത്. അതുകൊണ്ട് തന്നെ ഈ സന്ധ്യാവേളയിൽ അതിന്റെ അസ്തമയത്തിന്റെ തൊട്ടു മുമ്പുള്ള ഒരു ശോഭ കാണുന്നതാണ് ഉദയം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വലിയ പ്രയാസമുണ്ട്. അങ്ങനെയല്ല വസ്തുത. അങ്ങനെയാണ് എന്നത് സ്ഥാപിക്കുന്ന യാതൊന്നും തന്നെ വിശുദ്ധ ഖുർആനിലോ ഹദീസിലോ ഇല്ലതാണ്. പിന്നെ ഇതിന് പുറമെ ആയിട്ട് നമ്മൾ ഈ കാലഘട്ടത്തിൽ നേരിടുന്ന അറിയാനും അറിയിക്കാനുമുള്ള സാധ്യത രൂപപ്പെട്ടു വന്ന ഒരു പശ്ചാത്തലത്തിൽ ഉണ്ടായി വന്നിട്ടുള്ള പ്രശ്നങ്ങൾ വേറെയും. അങ്ങനെയാണല്ലോ, പഴയ കാലത്തെ പോലെയല്ല. ഇപ്പോ അറഫയില് ഹാജിമാര് സമ്മേളിച്ചിരുന്നത് ബുധനാഴ്ചയായിരുന്നോ വ്യാഴാഴ്ചയായിരുന്നോ എന്നത് നമുക്ക് അറിയുന്നത് പഴയ കാലത്തൊക്കെ മാസങ്ങൾ കഴിഞ്ഞ് ഹാജിമാര് നാട്ടിൽ തിരിച്ചെത്തിയതിനു ശേഷമായിരിക്കും. ഇന്ന് അങ്ങനെ അല്ലല്ലോ. ഇന്ന് ഇൻസ്റ്റന്റ് ആയിട്ട് അറിയാനും അറിയിക്കാനും സാധിക്കുന്നുണ്ട്. ഇതേപോലെ തന്നെയാണ് നോമ്പിന്റെ തുടക്കവും പെരുന്നാളിന്റെ തുടക്കവും ഒക്കെ തന്നെ. അപ്പൊ സ്വാഭാവികമായിട്ടും ഒരേ ഒരു ചന്ദ്രനെ ആശ്രയിച്ചുകൊണ്ട് എങ്ങനെയാണ് ആളുകൾക്ക് 4-5 ദിവസങ്ങളിലായിട്ട് പെരുന്നാൾ ആഘോഷിക്കുക, 4-5 ദിവസങ്ങളിലായിട്ട് നോമ്പ് തുടങ്ങുക, വ്രതം തുടങ്ങുക, ഇങ്ങനെയുള്ളതൊക്കെ സാധിക്കുക? ആലോചനയുള്ള, ചിന്തിക്കേണ്ട ദൈവിക ദൃഷ്ടാന്തങ്ങളെ കുറിച്ച് തദബ്ബുറ് ചെയ്യേണ്ട ആളുകളാണല്ലോ നമ്മൾ. അപ്പൊ സ്വാഭാവികമായിട്ടും രൂപപ്പെട്ടു വരുന്ന ഒരു സാഹചര്യമാണിത്. പഴയ കാലത്ത് ഞാൻ മുമ്പ് ഒരിക്കലും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, 2 ഗ്രാമങ്ങളില് അടുത്തടുത്ത് കിടക്കുന്ന, ഉദാഹരണമായിട്ട് എന്റെ ജന്മനാടായിരുന്ന കടലുണ്ടി നഗരം, അത് ഉൾപ്പെട്ടിരുന്ന വള്ളിക്കുന്ന് പഞ്ചായത്തും ഞങ്ങളുടെ മഹലിന്റെ ഖാദിയായിട്ട് ഉണ്ടായിരുന്ന ആള് തൊട്ടടുത്ത ചാലിയം പഞ്ചായത്തിലും, അല്ല കടലുണ്ടി പഞ്ചായത്തിലാണ് ചാലിയം, ആ കടലുണ്ടി പഞ്ചായത്തിലും ആയിരുന്നു ഉണ്ടായിരുന്നത്. ഒരു പുഴക്ക് അക്കരയും ഇക്കരയും എന്ന് പറയാം. പക്ഷെ ഇവിടെ ഒരേ ദിവസമായിരുന്നില്ല പെരുന്നാളോ നോമ്പോ എന്ന് ഉറപ്പിക്കപ്പെട്ടിരുന്നത്. നമ്മുടെ ഖാദി ചാലിയത്തുകാരനായിരുന്നു. അയാളുടെ അടുത്ത് പോയി കാര്യങ്ങൾ പറഞ്ഞാൽ അതിന് മാസപ്പുറ കണ്ടതായിട്ട് സാക്ഷ്യം വഹിച്ചാൽ അത് സാക്ഷി വിസ്താരമൊക്കെ നടത്തിയിട്ട് അദ്ദേഹം ഞങ്ങൾക്ക് വേണ്ടി ഉറപ്പിച്ചു തരും. പക്ഷെ അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ നാട്ടുകാർക്കും ഒന്നും അത് ബാധകമാവില്ല. ഇങ്ങനെയൊക്കെ ആയിരുന്നു അത് നിർവഹിക്കപ്പെട്ടിരുന്നത്. ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ യാത്ര ചെയ്യാന്, ആളുകൾക്ക് വിദൂര ഇടങ്ങളിലേക്ക് എത്താന്, കാര്യങ്ങൾ അറിയിക്കാന് ഒക്കെ വളരെ എളുപ്പമായ സാഹചര്യം ഉടലെടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ മുന്നിൽ രൂപപ്പെട്ടിരിക്കുന്ന സങ്കീർണമായൊരു അവസ്ഥയെ ശരിയായ അടിത്തറകളിൽ നിന്നുകൊണ്ട് പരിഹരിക്കുക തന്നെയാണ് വേണ്ടത്. നമ്മൾ ഒട്ടകപക്ഷിയുടെ നയം സ്വീകരിച്ചുകൊണ്ട് തല മണ്ണിൽ പോറ്റി വെച്ചിട്ട് ഞാനൊന്നും അറിഞ്ഞിട്ടില്ല എന്ന നിലക്ക് നിൽക്കുക എന്നത് സാധ്യമല്ല. എന്നിട്ട് പരമ്പരാഗതമായി പലരും തെറ്റായ അടിത്തറകളിൽ നിന്നുകൊണ്ട് കാര്യങ്ങൾ തീരുമാനിച്ചു പോന്നിരുന്ന അതേ രീതിയിൽ ഞാൻ കണ്ണും ചിമ്മി അങ്ങ് നിൽക്കുകയാണ് എന്ന് ഖുർആൻ വായിക്കുന്ന, ആലോചനയുള്ള, വിശുദ്ധ ഖുർആന്റെ ആയാത്തുകളെ തദബ്ബുർ ചെയ്യാൻ നിർദ്ദേശിക്കപ്പെട്ട ആളുകൾ എന്നുള്ള നിലക്ക് നമുക്ക് അങ്ങനെ ഒരു സംഗതി സാധ്യമല്ല. ചന്ദ്രന്റെ ഉദയം സന്ധ്യാവേളയില് സൂര്യാസ്തമനത്തിന് ശേഷമുള്ള ആ ശോഭ തെളിയല്, ചന്ദ്രന്റെ അടയാളം തെളിയലിലൂടെ അല്ല സംഭവിക്കുന്നത് എന്നത് ഞാൻ ഇന്നലെ വിശദമായിട്ട് പറഞ്ഞല്ലോ. അതുകൊണ്ട് അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് ഞാനിപ്പോ പോകുന്നില്ല. സംഭവം അതല്ല ഉദയത്തെ അടയാളപ്പെടുത്തുന്ന സംഗതി. എന്റെ കുട്ടിക്കാലത്തെ ഒരു അനുഭവം ഞാൻ മുമ്പൊരിക്കലും നിങ്ങളുമായിട്ട് പങ്കുവച്ചിരുന്നു. കടൽ തൊഴിലാളിയായിരുന്ന ഒരു സുഹൃത്ത്, എന്റെ നാട്ടുകാരൻ, അയാള് പറയാറുണ്ടായിരുന്നത്, ഇന്നലെ ഞാൻ മറ്റാളെ കണ്ടിട്ടുണ്ട്, ഇന്ന് കാണൂല, അതുകൊണ്ട് നാളെ ഉറപ്പിച്ചോ എന്നാണ് മൂപ്പര് പറയാറുണ്ടായത്. ആ പറയുന്ന ശൈലിയിൽ തന്നെ വ്യക്തമാണ്. അത് ഇന്നലെ അദ്ദേഹം പുലരും കാലത്ത് മത്സ്യബന്ധനത്തിന് പുറപ്പെടുന്ന സമയത്ത് ചന്ദ്രന്റെ അവസാനത്തെ വിസിബിൾ ഫേസ് കണ്ടിട്ടുണ്ട്. മൂപ്പർക്ക് അത് കടൽ യാത്രക്കാരനും കടൽ തൊഴിലാളിയും ഒക്കെയാണല്ലോ. അതുകൊണ്ട് ഇതിന്റെ ഏത്
ചെറിയ രൂപവ്യത്യാസവും വേഗം മനസ്സിലാകുന്ന ആളുകളാണ്. മരുഭൂവാസികളും കടൽ യാത്രക്കാരും അല്ലെങ്കിൽ കടൽ തൊഴിലാളികളുമാണ് ഇത് ഏറ്റവും കൂടുതൽ പരിചയം ഉണ്ടാവുന്ന ആളുകൾ. അപ്പോ അവസാനത്തെ ഫേസ് ഞാൻ കണ്ടിട്ടുണ്ട് ഇന്നലെ എന്നാണ് അദ്ദേഹം പറയുന്നത്. അതുകൊണ്ട് തൊട്ടടുത്ത ദിവസം ഇന്ന് കാണൂല, ഇന്ന് അമാവാസിയാണ്, അതുകൊണ്ട് അടുത്ത ദിവസം ഒന്നായിട്ട് ഉറപ്പിച്ചോളൂ എന്നാണ് അദ്ദേഹം പറയുന്നത്. അടുത്ത ദിവസമാണ് തുടർന്ന് വരുന്ന ചന്ദ്രമാസത്തിലെ ആദ്യത്തെ ദിവസം എന്നുള്ള നിലക്കാണ് ഇത് പറയുന്നത്. ഇത് പൗരാണികരായ ഈ മരുഭൂവാസികളായിരുന്ന അറബികളെ സംബന്ധിച്ചിടത്തോളവും വളരെ സുപരിചിതമായിരുന്ന ഒരു കാര്യമാണ്. ഈ കോൺക്രീറ്റ് സൗധങ്ങൾക്ക് ഉള്ളില് ആകാശം കാണാതെ കഴിയുന്ന പുതിയ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഇതിൽ ഒരുപാട് കാര്യങ്ങൾ വളരെ അപരിചിതമായിട്ട് അനുഭവപ്പെടും. ചന്ദ്രനെ അവർ നിരീക്ഷിക്കുന്നില്ല. ഈ നേതാക്കന്മാരും പണ്ഡിതന്മാരും ഒന്നും ചന്ദ്രനെ നിരന്തരമായി നിരീക്ഷിക്കാത്തത്? അള്ളാഹുവിന്റെ ആയാത്തുകൾ ആയിട്ട് അള്ളാഹ് സൂര്യനെയും ചന്ദ്രനെയും നിശ്ചയിച്ചു തന്നിട്ട് അത് നോക്കാൻ ഏതോ ആശ്രയിക്കാൻ കൊള്ളാത്ത മഗ്‌രിബ് നിസ്കാരം ഒന്നും വളരെ ശ്രദ്ധയോടുകൂടി നിർവഹിക്കാത്ത അല്ലെങ്കിൽ സമയത്തിന് ചെയ്യാത്ത റോട്ടിലും കടലോരത്തും ഒക്കെ അലസമായി തിരിഞ്ഞു നടക്കുന്ന ആളുകളെയാണ് ഏൽപ്പിക്കുന്നത്. ഇത് എവിടുന്ന് കിട്ടിയ സംസ്കാരമാണ്? ഇത് വന്നിട്ടുള്ളത് തന്നെ അതിനെല്ലാം ആശ്രയിച്ചിരുന്നത് എന്നതിന്റെ ഒരു സൂചനയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി സന്ധ്യാവേളയിലെ ചന്ദ്ര നിരീക്ഷണമാണ് ഇതിനെ അടിസ്ഥാനമാക്കേണ്ടതെങ്കിൽ അതിന് യോഗ്യരായ അറിവും അതുപോലെ കാര്യപ്രാപ്തിയൊക്കെ ഉള്ള ആളുകൾ അതിനെന്തേ ഇറങ്ങിപ്പോകുന്ന ഒരു ശീലം ഉണ്ടാക്കിയെടുക്കാത്തത്? അതാണ് ഒരു ആലോചന പതിയേണ്ട ഒരു വിഷയം. ഞാൻ ഒരു ആലിമിനെയും അങ്ങനെ ചന്ദ്രദർശനത്തിന് ഇറങ്ങിപ്പോകുന്നതായിട്ട് ഇപ്പോഴും കാണുന്നില്ല, നമ്മുടെ കാലഘട്ടത്തിലും കാണുന്നില്ല. പിന്നെ അറബ് രാജ്യങ്ങളിലുള്ളത് അത് വേറെ തന്നെ ഒരു രീതിയാണ്. അവിടെ നടക്കുന്ന സംഗതികൾക്കൊന്നും യാതൊരു ട്രാൻസ്പാരൻസിയും ഇല്ല. എവിടെ മാസപ്പിറ കണ്ടു, എന്തിന്റെ അടിസ്ഥാനത്തിൽ ആര് കണ്ടു എന്നൊന്നും ഉണ്ടാവില്ല. ആളുകളെ വിഡ്ഢികളാക്കുന്ന ചില പ്രസ്താവനകൾ നടത്തിയിട്ട് അവരാണ്ട് തീരുമാനം അറിയിക്കുകയാണ് ചെയ്യുക. അത് പരിശോധിക്കാൻ നാട്ടുകാരോ ജനങ്ങളോ കൂട്ടത്തില് വിജ്ഞാന കുതുകികളോ ആയ ആളുകളൊന്നും രംഗത്ത് വരാറുമില്ല. അതിനൊന്നും അവർക്ക് സാധിക്കുന്ന ഒരു രാഷ്ട്രീയ അന്തരീക്ഷം അവിടെ നിലനിൽക്കുന്നുമില്ല. അതുകൊണ്ടൊക്കെ തന്നെ അത് തമസ്കരിക്കപ്പെട്ടു പോവുകയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ ഈ മൗഢ്യത്തിന്റെ ആളുകളായി നിലകൊള്ളാനല്ല ദീന് പഠിപ്പിക്കുന്നത്, ഖുർആൻ ആവശ്യപ്പെടുന്നത്. വ്യക്തമായ തിരിച്ചറിവിന്റെയും ബോധ്യത്തിന്റെയും ശരിയായ അടിത്തറയിൽ കാര്യങ്ങൾ തീരുമാനിക്കുന്നതിന്റെയും പ്രേരണയാണ് ഖുർആൻ നൽകുന്നത് എന്നത് കാണാൻ കഴിയും. അതുകൊണ്ട് ഇവിടെ ഉന്നയിക്കപ്പെട്ട സംഗതിക്ക് പറയത്തക്ക പ്രാബല്യമുള്ളതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നില്ല. അത്രയും സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ ആ വിഷയം അവസാനിപ്പിക്കുകയാണ്. പിന്നെ അവസാനമായ ഒരു ചോദ്യം കൂടി ഉള്ളത്, അതിനുള്ള പ്രതികരണം ഖുർആനുമായിട്ട് നേരിട്ട് ബന്ധമുള്ളതല്ലെങ്കിലും ഉന്നയിക്കപ്പെട്ടു എന്നുള്ള നിലക്ക് ഞാൻ അതിനോട് പ്രതികരിക്കുകയാണ്. ഒന്ന്, പ്രകൃതി ദുരന്തം, സുനാമി, കാലാവസ്ഥാ നിരീക്ഷണം തുടങ്ങി പലതും മുൻകൂട്ടി പ്രവചിക്കാൻ ശാസ്ത്രജ്ഞന്മാർക്ക് കഴിയുന്നത് എങ്ങനെയാണ് എന്നതാണ് ചോദ്യം. ഇത് ഗൈബിനെ കുറിച്ച് സൂറത്ത് സ്വാഫാത്തിന്റെ തുടക്കത്തിൽ ചില പരാമർശങ്ങൾ നടത്തിയതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മനസ്സിൽ രൂപപ്പെട്ടു വന്ന ഒരു ചോദ്യമായിരിക്കണം. ശാസ്ത്രജ്ഞന്മാർക്ക് എങ്ങനെയാണ് വരാനിരിക്കുന്ന കാര്യങ്ങൾ, പ്രത്യേകിച്ച് പ്രകൃതി ദുരന്തം, സുനാമി, കാലാവസ്ഥ നിരീക്ഷണം പോലെയുള്ള സംഗതികൾ പ്രവചിക്കാൻ പറ്റുന്നത് എന്നതാണ് അദ്ദേഹത്തിന്റെ ചോദ്യം. ഇത് നേരിട്ട് നമ്മളുടെ വിഷയമായിട്ട് ബന്ധമുള്ള കാര്യമല്ല. പിന്നെ ഇതിന് കൃത്യമായ ഉത്തരം തരാൻ വേണ്ട ഒരു ശാസ്ത്ര പശ്ചാത്തലമോ ആഴത്തിലുള്ള പരിജ്ഞാനമോ ഉള്ള ആളല്ല ഞാൻ. എന്നാൽ പോലും പ്രാഥമികമായി ചില കാര്യങ്ങൾ നിങ്ങളുമായി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പങ്കുവെക്കാം. എന്താണെന്ന് പറഞ്ഞാൽ, ഇന്ന് നമ്മള് സ്ഥിരമായി കാലാവസ്ഥാ പ്രവചനം രാവിലെയും വൈകുന്നേരവും നടത്താൻ ലോകത്തെ എല്ലാ രാജ്യങ്ങളിലും സംവിധാനങ്ങൾ ഉണ്ട്. ചാനലുകളും അതുപോലെ മാധ്യമങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഈ കാലാവസ്ഥാ പ്രവചനം നടത്തുന്നുണ്ട്. അതുപോലെ ഇപ്പൊ ഭൂമി കുലുക്കം, അതുപോലെ എക്ലിപ്സ് എന്ന് പറയുന്ന ഗ്രഹണം, ഇങ്ങനെയുള്ള സംഗതികൾ പലതും മുൻകൂട്ടി, അതുപോലെ സുനാമി പോലെയുള്ളതൊക്കെ തന്നെ മുൻകൂട്ടി പറയാനും അറിയാനും ഒക്കെ സാധിക്കുന്ന സംവിധാനം ഇന്ന് ലോകത്ത് മിക്കവാറും രാജ്യങ്ങളിലൊക്കെ പ്രവർത്തനക്ഷമമാണ്. ഇത് പുതിയ
മനുഷ്യന് കരഗതമായ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു കണക്കുകൂട്ടലാണ് എന്നതാണ് വസ്തുത. ഇപ്പോ ഭൂമിയെ ഒന്നാകെ നമുക്ക് ഒരു സാറ്റലൈറ്റിന്റെ ചിത്രങ്ങളിലൂടെ, സാറ്റലൈറ്റ് തരുന്ന ചിത്രങ്ങളിലൂടെ കാണാൻ കഴിയുന്നുവെങ്കിൽ അത് ഒരുപാട് കാര്യങ്ങൾ ഭൂമിയെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ അത് ഉപകരിക്കുമല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ടും ഇന്ത്യയിലെ പല പ്രദേശങ്ങള്, അവിടെയൊക്കെ അതിന്റെ നേരെ മുകളിലായിട്ട് മേഘങ്ങള് തടിച്ചു കൂടുന്നത്, മേഘങ്ങള് ഒരു പോയിന്റിൽ നിന്ന് അങ്ങനെ ചലിച്ച് നീങ്ങിയിട്ട് എത്ര സമയം എടുത്തുകൊണ്ടായിരിക്കും ഒരു പക്ഷെ ഞാനിപ്പോ നിൽക്കുന്ന സ്ഥലത്തിന്റെ നേർമുകളിൽ എത്തുകയും അവിടെ മഴ വർഷിക്കാനുള്ള കാരണമായി മാറുകയൊക്കെ ചെയ്യുക എന്നതൊക്കെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്ന വിധത്തില് സാറ്റലൈറ്റിലൂടെ ലഭിക്കുന്ന ഈ ചിത്രങ്ങള്, ഇമേജസും ഉപകരിക്കുന്നുണ്ട്. ഈ കാലാവസ്ഥാ നിരീക്ഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കേന്ദ്രങ്ങള് എല്ലാ രാജ്യങ്ങളിലും പ്രവർത്തനക്ഷമമാണ്. അത്തരം കേന്ദ്രങ്ങൾക്ക് ഇതിന്റെ കണക്കുകൂട്ടല് നടത്തുന്നതിന്, ലഭ്യമായ ഡേറ്റ വെച്ചുകൊണ്ട് കണക്കുകൂട്ടല് നടത്തുന്നതിന് ഉപകരിക്കുന്ന വലിയ സൂപ്പർ കമ്പ്യൂട്ടറുകളും ഉണ്ട്. അപ്പോ ഈ സംഗതികളെ വെച്ചുകൊണ്ടുള്ള പ്രകൃതിയിൽ തന്നെ ലഭിക്കുന്ന ചില സൂചനകളെ വെച്ചുകൊണ്ട് കണക്കുകൂട്ടി പറയുന്നതാണ് ഈ കാര്യങ്ങൾ. ഈ ശാസ്ത്രീയമായ പ്രവചനങ്ങൾ എന്ന് പറയുന്ന മഴ, വരൾച്ച, അതുപോലെ കാറ്റിന്റെ ശക്തി, സുനാമി പോലെയുള്ള സംഗതികള്, ഭൂമി കുലുക്കം പോലെയുള്ള സംഗതികൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മുൻകൂട്ടി പറയാൻ കഴിയുന്നത് ഈ വക സാധ്യതകളെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് നടത്തുന്ന. അത് സമീപകാലത്തായിട്ട് അതിന് വലിയ കൃത്യതയൊക്കെ കൈവരിക്കാൻ സാധിച്ചിട്ടുണ്ട്. പഴയകാലത്ത് അത് അത്രത്തോളം കൃത്യത ഉള്ളതായിരുന്നില്ല. അതുകൊണ്ട് തന്നെ പല തമാശകളുമായിട്ട് ആളുകൾ മഴ പെയ്യാനും പെയ്യാതിരിക്കാനും സാധ്യതയുണ്ട് എന്നുള്ള നിലക്ക് ഒക്കെ അതൊരു തമാശയായിട്ട് പറയാറൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോ അത്രത്തോളം തമാശയല്ല അത് ഈ സാറ്റലൈറ്റ് ഇമേജസ് ഉപയോഗിച്ചുകൊണ്ടും ഈ സൂപ്പർ കമ്പ്യൂട്ടറുകളുടെ കണക്കുകൂട്ടൽ സാധ്യതകൾ വെച്ചുകൊണ്ടും പിന്നെ ഇപ്പോ AI ടൂൾസ് ഒക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടും ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമാണ്. മെട്രോളജി ഡിപ്പാർട്ട്മെന്റിന്റെയും അതുപോലെ സാറ്റലൈറ്റ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നടത്തുന്ന ഭൂമിയുടെ വളരെ ബ്രോഡായ വിശാലമായ ചിത്രങ്ങൾ, അകലെ നിന്നുള്ള ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ചിത്രങ്ങളൊക്കെ ലഭിക്കുന്നത് കൊണ്ടൊക്കെ ഈ കാര്യങ്ങൾ നിർവഹിക്കാൻ സാധിക്കും. അതുപോലെ വെതർ ബലൂൺസ് എന്ന് പറഞ്ഞ ഒരു പ്രതിഭാസമുണ്ട്. അത് രാവിലെയും വൈകുന്നേരവുമായിട്ട് 2 നേരം ആണ് ഇത് ലോഞ്ച് ചെയ്യുക. അതിലൂടെ ടെമ്പറേച്ചറിനെ കുറിച്ച്, കാലാവസ്ഥയെ കുറിച്ച് അല്ലെങ്കിൽ താപനിലയെ രേഖപ്പെടുത്താൻ സഹായിക്കുന്ന ഒരു സംവിധാനമാണത്. അങ്ങനെ അതുപോലെ ഹ്യൂമിഡിറ്റി, കാറ്റിന്റെ ശക്തി തുടങ്ങിയ സംഗതികളൊക്കെ മെഷർ ചെയ്യാൻ ഈ വെതർ ബലൂൺസ് പോലെയുള്ള സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ ഡോപ്ലർ റഡാർ, അതുപോലെ ഈ കാലാവസ്ഥാ നിരീക്ഷണത്തിന് വേണ്ടിയുള്ള ഗ്രൗണ്ട് സ്റ്റേഷൻസ്, അതുപോലെ ഇതൊക്കെ ഗണിച്ചുകൊണ്ട് കണക്ക് കൂട്ടിയിട്ട് കാലാവസ്ഥ പ്രവചിക്കാനുള്ള സംവിധാനമുള്ള, അതിനുള്ള സോഫ്റ്റ്വെയറുകൾ ഇൻസ്റ്റാൾഡ് ആയിട്ടുള്ള സൂപ്പർ കമ്പ്യൂട്ടറുകൾ തുടങ്ങിയിട്ടുള്ള സംഗതികൾ, ഈ ഒബ്സർവേഷണൽ ഡേറ്റ ഫീഡ് ചെയ്ത് കൊടുത്താൽ കമ്പ്യൂട്ടറുകൾ കൃത്യമായിട്ട് അതിനുള്ള ഉത്തരങ്ങൾ ഇങ്ങനെ തന്നുകൊണ്ടിരിക്കും. അതാണ് സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് ഇത്രയും കൃത്യതയിൽ നമുക്ക് ടെലിവിഷനിലൊക്കെ ഈ കാലാവസ്ഥ പ്രവചനം നടത്തുന്ന ആങ്കേഴ്സ് അത് ഒരു ചാർട്ടും മാപ്പും ഗ്ലോബും ഒക്കെ വെച്ചിട്ട് അതിങ്ങനെ നമുക്ക് പറഞ്ഞു തരാൻ കഴിയുന്ന വിധത്തില് അതിന്റെ ഒരു സ്വഭാവം. ചില ടെലിവിഷൻ ചാനലുകളിൽ അതിന്റെ ഇമേജസും കാണിച്ചുകൊണ്ടാണ് പറയാറുള്ളത്. ഇത് കൃത്യമായ ശാസ്ത്രീയ അടിത്തറയിൽ നിന്നുകൊണ്ട് ചെയ്യുന്ന ഒരു സംഗതിയാണ്. അതിലും ഇനാക്യുറസി ഒക്കെ ഉണ്ടാകാം, അത് കൃത്യത ഇല്ലായ്ക പലതും ഉണ്ടാവാം. പക്ഷെ അതിനൊരു അടിത്തറയുണ്ട്, ഒരു കണക്ക് കൂട്ടുന്ന ഇതിന് ഒരു പാറ്റേൺ ഒക്കെ ഒബ്സർവ് ചെയ്തുകൊണ്ട് പറയുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് വലിയ അളവോളം ആശ്രയിക്കാൻ കഴിയുന്ന ഒരു സംവിധാനമാണ് അത് എന്നതാണ് ഈ സംബന്ധമായിട്ട് സൂചിപ്പിക്കാനുള്ളത്. അപ്പൊ ഇന്നത്തെ സെഷൻ ഇവിടെ അവസാനിക്കുകയാണ്. ഇതുവരെ ഉന്നയിക്കപ്പെട്ട എല്ലാ ചോദ്യങ്ങളുടെയും അതിനോടുള്ള പ്രതികരണം ഇവിടെ നിർവഹിക്കപ്പെട്ടിട്ടുണ്ട്. ചോദ്യങ്ങൾ
ഇതിലൊന്നും അവസാനിക്കുന്നതല്ല. ചോദ്യങ്ങൾ നിരന്തരം നമ്മളെ മനസ്സിൽ രൂപപ്പെട്ടു വരുമ്പോഴാണ് നമ്മൾ വളർച്ച നേടുന്നതും മുന്നോട്ട് നീങ്ങുന്നതും ഒക്കെ തന്നെ. അള്ളാഹു നമ്മെ എല്ലാ നിലക്കും അനുഗ്രഹിക്കുമാറാവട്ടെ. വാഹിർ ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിർ ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.